എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. അതിലേറ്റവും പ്രാധാന്യമായിട്ട് കാണുന്ന ടോവിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. യെസ്, എല്ലാവരെയും ഒന്ന് എങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളുന്നത്. അതാണ് എനിക്ക് ഇതിലും അത് എനിക്ക് ടോവി പ്രൊഡ്യൂസർ ആയപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാണ്ട്. എല്ലാവരും ഡയറ്റിലൊക്കെ വെയിറ്റ് ഒക്കെ കുറയാൻ പറ്റിയല്ലേ? വെയിറ്റ് വെയിറ്റ് ഒക്കെ കുറഞ്ഞു. ആരെ? ടോവിയുടെ അല്ല, ടോവിയുടെ കുറഞ്ഞു, ടോവിയുടെ കൂടി. ടോവിയുടെ കൂടി. ഇല്ല, നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഗോകുൽ ടോവിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ബ്രദറാണ്, കിങ്സ്റ്റൺ ചേട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ. പിന്നെ റാഫേൽ ഏട്ടൻ, പിന്നെ തൻസീർ, അങ്ങനെയൊക്കെയുള്ള അവരൊക്കെയാണ് ഇതിന്റെ കോ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇത്തിരി ബജറ്റൊക്കെ ഇച്ചിരി കൂടിയായിരുന്നു. കാരണം മഴ, ഇതായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മൾ 20 ദിവസത്തോളം മഴ പെയ്തു ഷൂട്ടിൻ്റെ ഇടയിൽ. 10-50 ദിവസം ചാർട്ട് ചെയ്ത സിനിമ 70-80 ദിവസത്തോളം നീണ്ടുപോയി. അപ്പം അതിൻ്റേതായിട്ടുള്ള ബജറ്റ് നമ്മൾ വിചാരിക്കാതെ, അതും മഴക്കാലമല്ലാത്ത സമയത്ത് പെരുമഴയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ. പല സമയത്ത് ഷെഡ്യൂൾ ബ്രേക്കുകൾ ചെയ്യേണ്ടി വന്നു, വീണ്ടും ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് അത്രയും ദിവസം സെറ്റൊക്കെ ഹോൾഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ചില സെറ്റുകൾ വീണ്ടും പുതുക്കി പണിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഒക്കെ കാലാവസ്ഥാപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സിനിമയെ കോംപ്രമൈസ് ചെയ്ത രീതിയിൽ വളരെ വളരെ വൃത്തിയായിട്ടൊക്കെ തന്നെ ഒരു തരത്തിലും ഡയറക്ടർക്കോ ബാക്കി ടെക്നീഷ്യൻസിനോ ഒരു തരത്തിലൊന്നുള്ളൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെ വളരെ നീറ്റായിട്ടുള്ള ഷൂട്ട് തന്നെയായിരുന്നു. പക്ഷേ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വളരെ വൃത്തിയായിട്ട് തന്നെ സിനിമ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്താണ് ഉപദേശം കൊടുത്തത്? ഞാൻ പ്രൊഡ്യൂസർ അല്ലല്ലോ. പ്രൊഡ്യൂസറിന് കൊടുത്ത ഉപദേശം പ്രൊഡ്യൂസറിന് കൊടുത്ത ഉപദേശം, എനിക്ക് പ്രൊഡ്യൂസേഴ്സിന് ഉപദേശം കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ പ്രൊഡ്യൂസർ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സംവിധായകനാണെങ്കിൽ ആണെങ്കിൽ എല്ലാം ചിലപ്പോൾ ശ്രമിച്ചേനെ. അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ അവൻ എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടർ, അവനാണ് എനിക്ക് ഉപദേശങ്ങൾ തരാറ്. അതെ. അവിടെ വെച്ച് കൈമാറിയ ഉപദേശം എന്താ? കൈമാറിയ ഉപദേശം, അങ്ങനെ ഉപദേശമൊന്നും കൈമാറിയില്ല. ഉപദേശം ഒന്നുമില്ല. ഇല്ല, ഇപ്പൊ എന്തിനിപ്പോ ഉപദേശം? ഉപദേശിക്കണമെന്നുണ്ടോ? അല്ല, ടോവി നല്ലൊരു സിനിമ ലവറാണ്. സിനിമ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഒരു സിനിമ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ പുതിയ സംവിധായകനാണ്, അല്ലെങ്കിൽ പുതിയ തിരക്കഥാകൃത്താണ്, അവരെ വിശ്വസിച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു രീതിയിലും ഒരു തടസ്സവും നമുക്കുണ്ടായിട്ടില്ല. കാരണം ഒരു സമയത്ത് ഇത്രയും 10-24 ദിവസത്തോളം മഴയിൽ ഞങ്ങൾ എന്നാൽ എല്ലാ ദിവസവും ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില ദിവസമൊക്കെ രാവിലെ വരെ ഇരുന്നിട്ട്, ഇത് ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഫുൾ നൈറ്റ് വെച്ചാൽ അധികം നൈറ്റിലാണ് കഥ പോകുന്നത്. അതെ, അപ്പോൾ രാവിലെ 6 മണി വരെ ഇരുന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. വളരെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് അത്രയും ബാക്കി മണിക്കൂറുകൾ വെറുതെ ഇരുന്നിട്ട് പോയിട്ടുണ്ട്. വേറൊരു പ്രൊഡ്യൂസറാണെങ്കിൽ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാവും, ആരായാലും ടെൻഷൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അങ്ങനെ പല ദിവസങ്ങളുമാണ്. പക്ഷെ എന്നാലും ടോവി ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യാറുണ്ട്. ഒരു രീതിയിലും ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടില്ല. ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? ഈ സിനിമയിലേക്ക്, ഒരു കഥയിലേക്ക് ഇവരൊക്കെ വേണമെന്ന് തീരുമാനിക്കും. ടോവിയുടെ അടുത്താണ് ആദ്യം കഥ പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് ആദ്യം എഴുതുന്ന സമയത്ത് ഇവരെല്ലാരും അങ്ങനെ ഇല്ലായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന പിന്നെ വൺലൈനൊക്കെ ആക്കിയിട്ട് പിന്നെ നേരെ ടോയിച്ചേട്ടൻ്റെ അടുത്ത് ഇതിന്റെ ഡയറക്ടർ ശിവപ്രസാദ്, മിന്നല്ല ബേസിലറിൻ്റെ കൂടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ടോയിച്ചേട്ടനോടൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഇതിന്റെ വൺലൈന് ടോയിച്ചേട്ടൻ അയച്ചു കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അടുത്ത ഡ്രാഫ്റ്റ് പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഏകദേശം പ്രൊജക്റ്റ് ഓണായി. അതിനുശേഷമാണ് നമ്മൾ ആർട്ടിസ്റ്റുകളിലേക്ക് എല്ലാറ്റിലേക്കും എത്തുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു അല്ല, നിങ്ങളൊരു ഗ്യാങ് ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ബേസിലെ കൂടെ ഉണ്ടായിരുന്ന ആള് ഡയറക്ടർ ആവുന്നു. ആ ഒരു കൂട്ടുകെട്ടിൽ തന്നെ ഒരു സിനിമ വിരിയുകയാണെന്ന് എനിക്ക് തോന്നി. അതെ, ഇത് ബേസിലേട്ടൻ്റെ ശിഷ്യനാണ് ശിവപ്രസാദ്. പിന്നെ രാജേഷനുമായിട്ട് പണ്ടുതൊട്ടേ അവർ പരിചയക്കാരാണ്. പിന്നെ ഞാനാണ് പിന്നെ ഏറ്റവും അവസാനം കയറിയ ആള്. ഞങ്ങൾ ഒരു പരസ്യത്തിനകത്ത് ഒരുമിച്ച് ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാനും ശിവപ്രസാദും തമ്മിലൊന്നൊരു കണക്ഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കഥകളെ പറ്റി അങ്ങനെ ഉണ്ടായൊരു കഥയാണ് വർണ്ണമാസം. പക്ഷേ ഈ കഥ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പെട്ടെന്നാണ് ഒരു പൂജ നടക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ ഈ മഴയുടെ പ്രശ്നമൊന്നും ഇതിനു മുമ്പ് ഷൂട്ട് കഴിഞ്ഞ് സിനിമ റിലീസ് കഴിഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു തടസ്സം അത് മാത്രം നിന്നെന്ന് എനിക്ക് തോന്നുന്നു. ജനുവരിയിലൊക്കെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നല്ലോ. അങ്ങനെ എന്തോ പ്ലാനിങ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇതിലെങ്ങനെയാണ്? ഞാൻ ട്രെയിലർ കണ്ട് കുറെ ഡയലോഗ് ഉണ്ട്. മറ്റേ മൊയലിറച്ചിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതെ, അത് അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറാ. അല്ല, അല്ലെങ്കിൽ പ്രത്യേക ക്യാരക്ടർ ആളോ എടുക്കുന്നത്. അതങ്ങനെ വരുന്നുള്ളൂ, വേറെ കിട്ടാഞ്ഞിട്ടാ.
ക്യാരക്ടർ ഓക്കെയാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് കാസ്റ്റിംഗ് രാജേഷിന്റെ. കാരണം ഒരു സീരിയൽ കില്ലറാണ് ഇതിനകത്ത്. ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളുമാണ്. കറക്റ്റാണ്. ഇപ്പൊ ഇറക്കുന്ന സമയം കറക്റ്റാട്ടോ. സിനിമയാണ് ആളുകളെ കൊണ്ടുവന്നത്. ഇപ്പൊ സീരിയലിലേക്ക് കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതെ. അത് നമ്മളെല്ലാവരും പിന്നെ ഇതൊരു ഫണ്ണാണ് ആക്ച്വലി. മെയിനായിട്ട് ചിരിക്കാറുണ്ട്. കല്യാണം കഴിക്കാൻ പോലും സാധിക്കാത്ത അവിടെയുള്ള ചർച്ചകൾക്ക് തെണ്ടുകൾക്ക് വരെ മൈക്കെടുത്ത് പ്രസംഗിക്കാൻ നടക്കുമല്ലേ. കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ലേ വല്ലാത്തൊരു അവസ്ഥ. 22 പോയി 23-ാമത്തെ അപ്പോഴാണ് നമ്മള് മൈക്കുമായിട്ട് ഇറങ്ങിയത്. വയലന്റ് ആവും. ആരല്ലേ വയലന്റ് ആയി പോകും. പിന്നെ ഉറപ്പല്ലേ ഇതും മുടക്കിയാൽ വീട്ടിൽ കയറി തല്ലുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നയാൾ. ഇത്ര വയസ്സായി എപ്പം അങ്ങനെയെങ്കിലും വയസ്സായിരുന്നു സമ്മതിച്ചില്ല. എന്റെ വയസ്സല്ല, എനിക്ക് കിട്ടില്ലാട്ടോ. എന്റെ വയസ്സായിട്ടില്ല. എന്നാലും അതിനകത്ത് കിട്ടില്ല കേട്ടോ, ഉറപ്പാണ്. മുടി പോലും നിറച്ചിട്ടില്ല എനിക്ക് ഇപ്പോഴും. ഞങ്ങൾ പോലും അംഗീകരിക്കുന്നില്ലല്ലോ. ഇവര് പോലും പറയത്തില്ലല്ലോ. ഞാൻ അങ്ങനെ പറയണെന്ന് എനിക്ക് മനസ്സിലാണല്ലോ. അലിയുടെ മനസ്സിലായിരിക്കും ഇപ്പൊ ഒന്ന് ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയാണോ? അത് ഹൈദരിക്ക നിങ്ങൾ ഒരുമിച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടക്കില്ല. സാധിക്കില്ല. നിങ്ങൾക്ക് പ്രായമായെന്നേ ഞങ്ങൾ പറയുള്ളൂ. ഇവരാരും പറയില്ല. ചോദിക്കും എനിക്ക് പ്രായം, എനിക്ക് പ്രായം ആരും പറയില്ല. ഞാൻ തിരിച്ചു പിടിക്കുന്നില്ല. ചേട്ടൻ പൂക്കിയാണ്. പുതിയ പേരാണ് ഇട്ടാണല്ലേ? ഈ സെറ്റിലുണ്ടായ പേരാണോ? അല്ലല്ല, അത് പൂക്കി. കണ്ട അപ്പം അറിയത്തില്ല. സെറ്റിലുണ്ടായ പേരാണോ? പൂക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനല്ല, അത് മറ്റൊരു വേൾഡ് ആണ്. അല്ല, അത് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു തന്നെ. അത് പൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ടി ചുക്കുട് എന്നൊക്കെ പറയുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു വിളിയാണല്ലേ രാജേഷ് പറഞ്ഞാൽ. ഈ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചെന്ന് തുടങ്ങാം, വെറൈറ്റി കഥാപാത്രങ്ങൾ എല്ലാ സിനിമയിലും നോക്കും വെറൈറ്റി കഥാപാത്രം കിട്ടുന്നുണ്ട്. അത് കൈയടി വാങ്ങുന്ന സിനിമകളാണ്. ഒരു നമ്മളെ തേടി വന്ന കഥാപാത്രത്തിൽ ഇങ്ങനെ ആളുകളെ ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു. അത്തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അതെ, ഇപ്പൊ ഇതില് ചെറിയ രീതിയിൽ അതിന് ചിലപ്പോ മാറ്റം ഉണ്ടാവാം. കുറച്ച് ഇതുവരെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തമാശ മാത്രമുള്ള ഒരു ക്യാരക്ടർ അല്ല, ചെറിയൊരു വ്യത്യാസം. എന്നാൽ തമാശയുണ്ട്, നല്ലോണം തമാശ ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് എന്താ, തമാശ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കോമഡി പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോൾ ചാടി വീഴും അതിലേക്ക്. ഇത് പിന്നെ എന്തെങ്കിലും വേറെ നമ്മളെ കൊണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യിക്കാന്ന് ആൾക്കാർക്ക് തോന്നണമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം എന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സിനിമയിൽ തമാശ ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ഇനി ഉള്ള എല്ലാം മാറി മാറി പിടിക്കുകയാണെന്ന് അല്ല, അങ്ങനെ അത്യാവശ്യത്തിന് വരുമ്പോൾ അങ്ങനെ തേടി അങ്ങനെ വരുമ്പോൾ കിട്ടുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.